ഇതുപോലത്തെ കടകൾ കാണാൻ സാധിക്കും വെള്ളം കിട്ടുന്ന. ഇവിടെ നിന്നൊക്കെ നമ്മൾ വെള്ളം ശേഖരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ, ഡെയിലി നമ്മൾ കഴിയുന്നതിനനുസരിച്ച് ശേഖരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ദൈനംദിന പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഒരു ബുദ്ധിമുട്ടും കൂടാതെ നടക്കും എന്നുള്ളതാണ്. നമ്മളെ വണ്ടിയിൽ ഒരു ക്യാനെ കാലായിട്ടുണ്ടായിരുന്നുള്ളൂ. ആ ഒരു ക്യാൻ ഞാൻ ഫില്ലാക്കി 4 ക്യാൻ വെള്ളം മൊത്തം ഉണ്ട് എന്നുള്ളതാണ്. അങ്ങനെ വെള്ളം ഫില്ലായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക, യാത്രയിൽ രാവിലെ തന്നെ നമ്മളെ കാര്യങ്ങളെല്ലാം നടത്താം എന്നുള്ളതാണ്. ആന്ധ്രാപ്രദേശിലെ അനന്തപുരം എന്ന് പറയുന്ന ഒരു പ്രദേശത്താണ് നമ്മളുള്ളത്. ഇവിടുത്തെ ഒരു ഹോസ്പിറ്റലിൻ്റെ അടുത്തായിട്ട് ഞാനിങ്ങനെ വണ്ടി നിർത്തി ഹോസ്പിറ്റലിൻ്റെ ചുറ്റുപാട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഏരിയ ഒക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോഴാണ് ഇവിടെ കണ്ടൊരു കാഴ്ച. ഫുള്ള് ടവേര ഇങ്ങനെ നിരന്ന് കിടക്കുന്നുണ്ട്. തലങ്ങും വിലങ്ങും ടവേര. എല്ലാ ടവേരും ആംബുലൻസാണ്. ഈ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടിട്ട് നിർത്തിയിട്ടിട്ടുള്ള ഒരു ഏരിയയാണ് ഈ കാണുന്നത്. വിവിധ തരം നിറങ്ങൾ കാര്യങ്ങളെല്ലാം തന്നെ ഓരോ ടവേരക്കും അതിൻ്റെതായ ഭംഗി കാര്യങ്ങളൊക്കെ നൽകുന്നുണ്ട് എന്നുള്ളത് വേറൊരു പ്രത്യേകതയാണ്. അങ്ങനെ ഈ നിർത്തിയിട്ടിട്ടുള്ള ഇതിൻ്റെ നേരെ മേലെ കാണുന്നത് ചിത്രവർണ്ണങ്ങൾ കൊണ്ട് ഇങ്ങനെ അലങ്കരിച്ചിട്ട് ആ പാലത്തിൻ്റെ അടിഭാഗം മൊത്തം കളർഫുള്ളാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ഈ ഒരു മനോഹരമായിട്ടുള്ളൊരു ഏരിയ ആണെങ്കിൽ കൂടി വൃത്തിയുടെ കാര്യത്തിലൊക്കെ കുറച്ച് ബാക്കിലാണ് എന്നുള്ളത് നമുക്കിങ്ങനെ തോന്നിപ്പോകും. പക്ഷേ ഈ ചിത്രശലഭങ്ങളും കാര്യങ്ങളൊക്കെ തന്നെ ഈ ഒരു ടൗണിൽ പല ഏരിയയിലും ഉണ്ട്. അതെല്ലാം തന്നെ മനോഹരമാണ് എന്നുള്ളതാണ് ഈ ഏരിയയുടെ പ്രത്യേകത. ഫുള്ള് കളർഫുള്ളാക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്.